കൊടുത്തു. അതുപോലെ തന്നെ മാന്ധാതാവ് എന്ന വളരെ കീർത്തിമാനായിരിക്കുന്ന ഒരു ചക്രവർത്തിയും ജനിച്ചു. മാന്ധാതാവ് അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചവനല്ല, അച്ഛന്റെ ഗർഭത്തിൽ നിന്ന് ജനിച്ചവനാണ്. അത് കേട്ടപ്പോൾ ജനമേജയൻ അത്ഭുതമായി. ഇതൊരിക്കലും സംഭവ്യമല്ല. എന്താണ് ആ കഥ? അപ്പൊ പറഞ്ഞു, ഈ മാന്ധാതാവിന്റെ അച്ഛൻ യൗവനാശൻ. ഈ യുവനാശപുത്രനാണ് യൗവനാശൻ. അദ്ദേഹത്തിന് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം വനാന്തരത്തില് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുണ്യാശ്രമത്തിലെത്തി അവിടുത്തെ ഋഷീശ്വരന്മാരോടൊക്കെ സങ്കടം പറഞ്ഞു, എനിക്ക് മക്കളില്ല, സന്താന ദുഃഖത്തിൽ നിന്ന് തന്നെ കരകയറ്റി. അപ്പൊ ഋഷീശ്വരന്മാരൊക്കെ കൂടി ഒരു യജ്ഞം ചെയ്യിപ്പിച്ചു രാജാവിനെ. ആ യജ്ഞശാലയിൽ തന്നെയാണ് രാജാവ് കിടപ്പും എല്ലാം. യജ്ഞം തുടങ്ങിക്കഴിഞ്ഞാൽ ആ യജ്ഞശാലയിൽ തന്നെയാണ് കിടക്കുക. അവിടെ തന്നെയാണ് യജ്ഞം കഴിയുന്നത് വരെ വന്നത്. രാത്രി ആ ശാലയിൽ നിന്ന് കിടക്കുന്നത് വല്ലാത്ത ദാഹം തോന്നി രാജാവ് എഴുന്നേറ്റ് പോയി അവിടെ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ കുടിച്ചു. ഒരു കുളത്തിൽ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബ്രിട്ടീഷന്മാർ എഴുന്നേറ്റ്, എന്താ ചെയ്തേ ചോദിച്ചു. എന്താ? അല്ല, ഈ കുളത്തിൽ വെച്ചിരിക്കുന്ന വെള്ളം സന്താന സൗഭാഗ്യത്തിന് വേണ്ടി മന്ത്രം ജപിച്ച് പൂരിതമാക്കിയ ജലമാണ്, അതാണ് തന്നു. ആ ജലം കുടിച്ചത് കൊണ്ട് രാജാവ് ഗർഭം ധരിച്ചു. രാജാവിന് ഒരു പുത്രൻ ജനിച്ചു. ജനിച്ച പാടെ രാജാവ് പേടിച്ചിട്ട്, സാധാരണ പ്രകൃതി എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്രമം നടത്തുന്നത്, അതിന് വിരുദ്ധമായിട്ടാണല്ലോ തനിക്കൊരു പുത്രൻ ജനിച്ചത്. അതുകൊണ്ട് ഭയം കാരണം രാജാവ് കുട്ടിയെ കാട്ടിക്കൊണ്ടുപോയി ഉപയോഗിച്ചു. ആ കുട്ടിയാണല്ലോ യജ്ഞശാലയിൽ നിന്ന് ഋഷീശ്വരന്മാർ ജപിച്ച മന്ത്രപൂരിതമായ ജലത്തിൽ നിന്നുണ്ടായവനാണ്. അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ദേവന്മാർക്കാണ്. അതുകൊണ്ട് ഇന്ദ്രൻ വന്നു. ആ കുട്ടി കരഞ്ഞപ്പോ കുട്ടിയുടെ വായില് വിരല് വെച്ച് കൊടുത്തു, വിരല് കുടിച്ചു. അപ്പൊ ആ കുട്ടി ചോദിച്ചു, ഞാൻ ആരാണ്, എന്നെ ആരാണ് രക്ഷിക്കുന്നത്? അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു, മാം ധാരാ, ഞാനാണ് നിന്നെ രക്ഷിക്കുന്നത്, ഞാനാണ് നിന്നെ ധരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പോഴേക്കും ദേവന്മാരൊക്കെ യമുനാശന്റെ അരികത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ച് ഋഷീശ്വരന്മാർ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഇന്ദ്രനാൽ മാംധാത എന്ന് വിളിക്കപ്പെട്ടവനായതുകൊണ്ട് മാംധാതാവ് എന്ന പേര് അദ്ദേഹത്തിന് വന്നു ചേർന്നു എന്നാണ് കഥ. ഇദ്ദേഹം ലോകം മുഴുവൻ കീഴടക്കിയ ഒരു ചക്രവർത്തിയാണ്. മാംധാതാവിന്റെ ചരിത്രം വളരെ വിശേഷപ്പെട്ട രീതിയിൽ രാമായണത്തിൽ ഉത്തരകാണ്ഡത്തിൽ പറയുന്നു. ശത്രുഘ്നന്റെ കഥ അവിടെയാണ് വരിക, ഉത്തരകാണ്ഡത്തിലാണ്. നമ്മുടെ ആദ്യത്തെ 6 കാണ്ഡം കൊണ്ട് കേൾക്കുന്നത് ലക്ഷ്മണന്റെയും ശ്രീരാമന്റെയും ഭരതന്റെയും മഹത്വമാണെങ്കിൽ ഉത്തരകാണ്ഡം ശത്രുഘ്നന്റെ മഹത്വത്തെ വ്യക്തമാക്കുന്ന രാമായണ കഥയാണ്. ആരാണ് ശത്രുഘ്നൻ എന്ന് മനസ്സിലാവണമെങ്കിൽ ഉത്തരകാണ്ഡം വായിക്കണം. അത് മാത്രമല്ല, സഹോദരന്മാർ തമ്മിലുള്ളതായ ബന്ധത്തിന്റെ ആഴം അത് മനസ്സിലാക്കണമെങ്കിലും ഉത്തരകാണ്ഡത്തിലെ കഥകൾ നമ്മൾ വായിക്കണം. സീതാദേവി രാവണന്റെ കോട്ടയിൽ കഴിഞ്ഞതുകൊണ്ട് രാമൻ സംശയിച്ചു, അതിനാൽ രാമൻ സീതയെ ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഞാൻ പക്ഷെ രാമായണം വായിച്ചിട്ട് അങ്ങനെ ശ്രീരാമൻ സീതയെ സംശയിച്ചതായി എവിടെയും പറയുന്നില്ല. പറഞ്ഞു ശ്രീരാമൻ എന്ത് സംശയം സീതയെ? ഒരു സംശയമില്ല. അപ്പൊ രാമായണം, ഉത്തരരാമായണത്തിൽ വളരെ വിശേഷപ്പെട്ട രീതിയിൽ തന്നെ ഈ കഥകൾ ഓരോന്നും പറഞ്ഞു പോകുന്നതിന് ചില കാരണങ്ങളുണ്ട്. അത് ഈശ്വരീയമായ കാരണങ്ങളാണ്. ആ ഈശ്വരീയമായ കാരണങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ അത് വായിക്കണം. അത് വായിക്കാതെ വല്ലവരും എഴുതി വെച്ച വ്യാഖ്യാനങ്ങൾ വായിക്കുന്നത് കൊണ്ടാണ് ഈ കുഴപ്പം. നമ്മളൊക്കെ കേട്ടത് ഏതോ അരച്ചുകാരൻ ഭാര്യയുമായിട്ട് തല്ലുകൂടിയ സമയത്ത് രാമന്റെ കോട്ടയിൽ കഴിഞ്ഞ സീതാദേവിയെ സ്വീകരിച്ചതുപോലെ നിന്നെ സ്വീകരിക്കാൻ ഞാൻ രാമനല്ല എന്ന് പറഞ്ഞ വാക്ക് ദൂതന്മാരിൽ ചെന്ന് ശ്രീരാമനോട് ചെന്ന് പറഞ്ഞു. ശ്രീരാമൻ അങ്ങനെ അത് കേട്ടപ്പോൾ സീതാദേവിയെ സംശയിച്ച് ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. ഞാൻ വാൽമീകി രാമായണത്തിൽ അന്വേഷിച്ചിട്ട് ഈ അഴക്കുകാരൻ അവിടെയൊന്നും കണ്ടില്ല. അങ്ങനെ ഒരു അഴക്കുകാരനെ വാൽമീകി രാമായണത്തിലില്ല.
പിന്നെയുള്ളത് അത് തുളസീദാസ രാമായണത്തിലും കമ്പരാമായണത്തിലും ഒക്കെ ഉണ്ടാവാം. പക്ഷേ വാൽമീകി രാമായണത്തിൽ അങ്ങനെ ഒരു ആളില്ല. പിന്നീട് പത്മപുരാണത്തിൽ രാമായണം എന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു കഥ പറയുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെയല്ലതാണ്. കുറച്ച് വ്യത്യാസം എന്തെങ്കിലും അത് നമുക്ക് കേൾക്കാം. ഈ ദേവീ ഭാഗവതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഓരോരോ അംശാവതാരങ്ങൾ ഇതിനെയൊക്കെ വർണ്ണിക്കാനുണ്ട്. അത് വർണ്ണിക്കുന്നതിന് മുമ്പ് 108 ശക്തിപീഠങ്ങളും അതിന്റെ മഹത്വവും പാർവതിയുടെ അവതാരത്തിന്റെ മഹത്വവും ഒക്കെ വർണ്ണിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് പ്രകൃതി അവതാരങ്ങളെ കുറിച്ച് വർണ്ണിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ അനവധി തരത്തിലുള്ള പല പുരാണങ്ങളിലും ഇതിഹാസത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന പല ദേവതാ സങ്കല്പങ്ങളുടെയും അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്നു ദേവി ഭാഗവതം. ആ ഭാഗങ്ങൾ യഥാർത്ഥത്തിൽ ദേവി ഭാഗവതം അതിലെ കഥകൾ പറഞ്ഞ് അതിലെ തത്വങ്ങൾ പറഞ്ഞ് പോകുമ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും തീരാത്ത ആ വിശാലതയിലേക്കാണ് നമ്മൾ നീട്ടിക്കൊടുക്കുന്നത്. ചില കഥകളൊക്കെ ചുരുക്കിയെ പറയുന്നു, 4-5 ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്ന കഥ. പക്ഷെ അത് ഇതിഹാസത്തിൽ പറഞ്ഞിരിക്കുന്നത് അധ്യായങ്ങൾ വിസ്തരിച്ചായിരിക്കും. പക്ഷെ ആ കഥ പറയാതെ നമുക്ക് ഈ ദേവി ഭാഗവതത്തിലെ ഈ ഭാഗം മനസ്സിലാവുകയില്ല. അതുകൊണ്ടാണ് ദേവി ഭാഗവതത്തിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് എളുപ്പം പറഞ്ഞു തീർക്കാവുന്ന ഒരു വ്യാഖ്യാനം. വളരെയധികം നിഗൂഢമായിരിക്കുന്നതായ തത്വങ്ങളെ വളരെ ലളിതമായ ഭാഷയിലാണ് വ്യാസൻ അവതരിപ്പിക്കുന്നത്. ഈ മാന്ധാതാവ് വിശ്വവിഖ്യാതനായിരിക്കുന്ന ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദുമതി 2 പുത്രന്മാരെ ജനിച്ചു. അവരാണ് കുരുകുത്സനും മുചുകുന്ദനും. ഇതിൽ മുചുകുന്ദന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീമദ് ഭാഗവതം. എത്രയോ കാലം ഉറങ്ങിക്കിടന്ന ആളാണെന്നാണ് നമ്മൾ അല്ലേ? പക്ഷെ ഉറങ്ങാൻ എന്താ കാരണം എന്ന് അറിയണമെങ്കിൽ നമ്മൾ രാമായണം വായിക്കണം. രാമായണത്തിലാണ് മുചുകുന്ദന്റെ ഉറക്കത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കുന്നത്. സൂര്യവംശ രാജാക്കന്മാരുടെ കഥയാണ്. ആ ചരിത്രം കാളിദാസൻ മനോഹരമായി രഘുവംശത്തിനും അവതരിപ്പിച്ചിട്ടുണ്ട്. കുരുകുത്സന്റെ വംശപരമ്പരയിലാണ് സത്യവ്രതൻ എന്ന് പേരുള്ളതായ ഒരു രാജാവ് ജനിച്ചത്. അരുണന്റെ പുത്രനാണ് സത്യവ്രതൻ. ഈ സത്യവ്രതൻ ഇക്കാലം മുതലേ സാധാരണ ജീവിതമല്ല നയിച്ചിരുന്നത്. ഒരു അസാധാരണ വ്യക്തിയായിരുന്നു. എല്ലാറ്റിനും നിഷേധിച്ചു. ഗുരുക്കന്മാരുടെ വാക്കുകളൊന്നും വേണ്ടതുപോലെ അനുസരിച്ചിരുന്നില്ല. ഒരിക്കൽ സത്യവ്രതൻ ഒരു ബ്രാഹ്മണ കന്യയുടെ വിവാഹം നടക്കുമ്പോൾ ആ വിവാഹ മണ്ഡപത്തിൽ ചെന്ന ആ ബ്രാഹ്മണ കന്യയെ വരമായി പിടിച്ചുകൊണ്ടുവന്നു തന്റെ ഒപ്പം പ്രാർത്ഥിച്ചു. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ വസിഷ്ഠന് വല്ലാത്ത കോപം വന്നു. വസിഷ്ഠൻ വേണം അരുണ രാജാവിനോട് പറഞ്ഞു, മകനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അവൻ തോന്നിവാസങ്ങൾ കാണിക്കും. അവനിപ്പം ബ്രാഹ്മണശാപം പിടിപെട്ടിരിക്കുന്നു. അപ്പൊ അരുണ വേഗം മകനെ പിടിപ്പിച്ച് ശകാരിച്ചു. ശകാരിച്ചു കഴിഞ്ഞപ്പോൾ അരുണന് ദേഷ്യം വന്നു. സത്യപ്രതന് ദേഷ്യം വന്നു. സത്യപ്രതൻ മനസ്സിലാക്കി വസിഷ്ഠൻ പറഞ്ഞിട്ടല്ലേ എന്നെ ശകാരിച്ചു. വസിഷ്ഠന്റെ പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് വധിച്ചു. അപ്പൊ വസിഷ്ഠൻ ശപിച്ചു സത്യപ്രതൻ, നീ അശ്രീക്കാരനായിട്ടില്ലേ? ബ്രാഹ്മണശാപം നേരത്തെ കിട്ടി, ഇപ്പൊ ഗുരുശാപം. ശാപം കിട്ടിയപ്പോ ഇതെല്ലാം അറിഞ്ഞ അരുണൻ അച്ഛൻ സ്വന്തം മകനെ ശപിച്ചു, നീ ചണ്ടാല കുലത്തിൽ പോയി ജീവിക്കേ, ഈ നാട്ടിൽ ജീവിക്കട്ടാണ്. അങ്ങനെ ഈ സത്യപ്രതനെ നാടുകടത്താനുള്ള ചണ്ടാളന്മാരുടെ ജീവിതമാണ് പിന്നീട് അവന് നയിക്കേണ്ടി വന്നത്. ഈ ചണ്ടാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതിവാചക ശബ്ദമല്ല. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ജാതിവാചകമാണ്. ചണ്ടാളനായി എന്നൊക്കെ കൂടാനൊക്കെ പാടിയിട്ടുണ്ട്. തുഞ്ചത്തെഴുത്തച്ഛനും രാമായണം പോലെ പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ ഉണ്ട് ചണ്ടാളന്മാരെന്ന് പറഞ്ഞാൽ താഴേക്കടയിലുള്ള ജാതിയാണ്. ആ ജാതി പ്രവർത്തനം വളരെ നിജമായിട്ടാണ് സനാതന ധർമ്മം കണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് സനാതന ധർമ്മത്തിന്റെ വർണ്ണവ്യവസ്ഥ ചിന്ത എന്നൊക്കെയാണ് പലരും പറയുന്നത്. ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ ഒരു ജാതിനാമമല്ല, ചണ്ട കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളാണ്. അവരൊരിക്കലും സമൂഹ നിയമങ്ങളെ അംഗീകരിക്കാത്തവരാണ്. നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിലൊരു നിയമമില്ല അല്ലേ? ആ സാമൂഹിക നിയമങ്ങളെ അംഗീകരിക്കാതെ അവരവർക്ക് ഇഷ്ടം പോലെ തിന്നാൻ തോന്നിയാൽ അതിനെ കൊന്നു തിന്നുകയും
ആരെങ്കിലും ഉപദ്രവിക്കാൻ തോന്നിയാൽ അതിനെ ഉപദ്രവിക്കുകയും അതിനൊന്നും ഒരു നിയമങ്ങളെയും അനുസരിക്കാതെ ജീവിക്കുന്ന താന്തോന്നികളായിട്ടുള്ള ആളുകൾ, അവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അവർ ജീവിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവാതിരിക്കുക. അവരുടെ കർമ്മങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്തവരെ അവരിൽ നിന്ന് അകന്നു നിൽക്കുക. ഇതായിരുന്നു ആ ചണ്ടാള കുലത്തിന്റെ സ്വഭാവം. അപ്പോൾ ആ ചണ്ടാളനാണല്ലോ ഇവർ ഇപ്പോൾ ഒരു ബ്രാഹ്മണ സ്ത്രീയെ വിവാഹ മണ്ഡപത്തിൽ നിന്ന് ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവരിക, സ്വന്തം ഗുരുനാഥൻ വളർത്തിയിരിക്കുന്ന ആശ്രമത്തിലെ പശുക്കളെ പോയി കൊല്ലുക. ഇതൊക്കെ ചണ്ടപ്രവർത്തികളല്ലേ. അച്ഛന്റെ ധിക്കാരം, അച്ഛനോടുള്ള ധിക്കാരം എല്ലാം കൂടിച്ചേർന്നപ്പോൾ 3 ശാപങ്ങൾ ഈ സത്യവ്രതന് കിട്ടി. 3 ശാപങ്ങൾ. ഒന്നല്ല, അതും 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 എന്നുള്ളതിന് ഇവിടെ എന്താ പറയാ, ഇന്നത്തെ ഭാഷയിൽ എന്താ പറയാ, അതും 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 എന്ന് പറയുന്നത്. ഞങ്ങളിതിന് വൈകുന്നേരം നടക്കാനിറങ്ങിയപ്പോൾ ഞങ്ങളത് കണ്ടു. എല്ലാ കടയിലും എഴുതി വെച്ചിട്ടുണ്ട് ആണി ആണി ആണി, അല്ലേ? ആണി ആണി എന്ന് എഴുതി. ആണിക്കടയാണ്. അതല്ലേ പറഞ്ഞത് ഇപ്പൊ ഞാൻ, അതല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത്. അതും 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 അല്ലേ? ഇപ്പൊ ബ്രാഹ്മണശാപവും കിട്ടി, ഗുരുശാപവും കിട്ടി, ഹിന്ദുശാപവും കിട്ടി. അപ്പൊ ആരായി? ആണി ആണി ആണി. ആ ആണി തർച്ചവനായി 3 ശാപങ്ങളാകുന്ന ആണി തർച്ചവൻ, പിൻ ചെയ്യപ്പെട്ടവൻ. അവന്റെ പേരാണ് ത്രിശങ്കു. ശംഖു പദത്തിന് ആണി എന്നാണ്. ഇനിയിപ്പോ നിങ്ങൾ മറക്കില്ല. ആ 3 മഹാപാപങ്ങളാൽ ഘോരരൂപനായി നിന്ന് ചണ്ടകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് ത്രിശങ്കു. അങ്ങനെ ജീവിക്കുന്ന കാലത്താണ് ത്രിശങ്കു ഇങ്ങനെ ആവർത്തികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കാഴ്ച വരുന്നത്. ഒരു സ്ത്രീ ഒരു കുട്ടിയെ ഒക്കത്ത് വെച്ചിട്ടുണ്ട്, വേറെ കുട്ടിയെ കൈപിടിച്ച് നടത്തുന്നുണ്ട്. ഈ ഒക്കത്ത് വെച്ച കയ്യില് ഒരു ദർഭപ്പുല്ലിന്റെ കയറുണ്ട്. ആ കയറിന്റെ അറ്റത്ത് വേറൊരു കുട്ടിയുണ്ട്. ഈ കുട്ടിയെ ഈ ദർഭപ്പുല്ലിന്റെ കയർ കഴുത്തിലിട്ടിട്ട് നായെ കൊണ്ടുപോകുന്നത് പോലെയാണ് ഈ ആവണത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ കാഴ്ച ഇങ്ങനെ നോക്കി നിന്നു. ഇതെന്താണ് കഥ? എന്നിട്ടോ ആ സ്ത്രീ ആ ആവണത്തിന് ഇരുവശത്തിരുന്ന് തന്റെ മറ്റു 2 കുട്ടികളെ അപ്പുറത്തിരുത്തി ഈ കയറ് കൊണ്ട് കെട്ടിയതായ കുട്ടിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് വിലപേശുകയാണ്. എന്റെ 3 കുട്ടികളിൽ മധ്യമനാണിവൻ. ഇവനെ വാങ്ങാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ അല്പം സമ്പത്ത് തന്ന് ഞങ്ങളെ സഹായിക്കണേ എന്ന് സ്വന്തം കുട്ടിയെ വിൽക്കാനിരിക്കുന്ന ഒരു അമ്മയെ കണ്ടു. ശംഖു വന്നിട്ട് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താ ഇതിന്റെ കാരണം ചോദിച്ചു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ദാരിദ്ര്യം. ഒരാളെ വിറ്റിട്ടാണെങ്കിൽ ബാക്കിയുള്ളവരുടെ വയറ് കഴിയുമല്ലോ. കടുത്ത ക്ഷാമം ആ നാട്ടിലൊക്കെ നേരിടുന്ന സമയമാണ്. അപ്പൊ ത്രിശങ്കു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അമ്മ സ്വന്തം കുട്ടിയെ വിൽക്കൊന്നും വേണ്ട, നിങ്ങൾ എവിടെ താമസിക്കുന്നതെന്ന് എന്നോട് പറയും. ഞാനൊരു ചണ്ടാളനാണ്, ഞാൻ അവിടേക്ക് വരാമെന്ന് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്തിന്റെ പുറത്തുള്ള വൃക്ഷത്തിന്റെ മുകളിൽ ഞാൻ നായാടി കൊണ്ടുവരുന്ന കുറച്ച് മാംസമൊക്കെ കെട്ടിവെക്കാം, നിങ്ങളത് കഴിച്ച് വയറ് സ്വന്തം കുട്ടിയെ വിൽക്കൊന്നും വേണ്ടാന്ന്. അങ്ങനെ അവരെ അവരുടെ ഗൃഹത്തിലേക്ക് പറഞ്ഞു വെച്ചു. അവരാ ഗൃഹത്തിൽ വസിക്കുന്ന സമയത്ത് ഈ ത്രിശങ്കു എല്ലാ ദിവസവും മാംസം ശേഖരിച്ചു കൊണ്ടുവന്ന് ഈ മരത്തിന്റെ മുകളിൽ കെട്ടിവെച്ചു. സഞ്ചി. ഈ സ്ത്രീയും കുട്ടികളും ആ മാംസം കഴിച്ചാണ് ജീവിച്ചത്. അടുത്ത ക്ഷാമങ്ങളുടെ കാലം, എല്ലാവരും ദാരിദ്ര്യത്താൽ കഴിയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതാ ഒരാൾ തപസ്സിൽ നിന്ന് ഉണർന്നു. വേറെ ആയിരുന്നില്ല, വിശ്വാമിത്ര മഹർഷി. അത്രയും കാലം തപസ്സായിരുന്നു. ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നതാണ്. ഭാര്യയും കുട്ടികളെയും അവരെ ഗൃഹത്തിലാക്കിയിട്ട് തപസ്സിന് പോകുന്ന ആളാണ്. എത്രയോ കാലം കഴിഞ്ഞ് തപസ്സിന് കഴിഞ്ഞ് കണ്ടു തുറന്ന് നോക്കിയപ്പോ എല്ലായിടത്തും കാടുകളൊക്കെ ഉണങ്ങി കഴിഞ്ഞു കിടന്നു. തപസ്
കഴിച്ചു കഴിഞ്ഞാൽ ശരീരം ക്ഷുക്ഷാമാദികളല്ലാതെ തടയും. എത്രയോ കാലമായി ഭക്ഷണം കഴിച്ചിട്ട്, എത്രയോ കാലമായി വെള്ളം കുടിച്ചിട്ട്, അപ്പൊ അടുത്ത ദാഹി വിശ്വാമിത്രനെ പിടിവിട്ടു, വിശപ്പും പിടിവിട്ടു. വിശ്വാമിത്രനെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ ഒരു പച്ചില തുമ്പ് പോലും ഇല്ല എന്റെ. അങ്ങനെ വിഷമിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിശ്വാമിത്രൻ നോക്കിയപ്പോൾ ഒരു ചണ്ടാളന്മാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു പ്രദേശത്ത് സന്ധ്യ കഴിഞ്ഞു. വിശ്വാമിത്രൻ സന്ധ്യാസമയമാണ്. വിശ്വാമിത്രൻ പതുക്കെ ആ ചണ്ടാളന്മാരുടെ കുടിലുകളിൽ ഒന്നിലേക്ക് പിൻഭാഗത്ത് കൂടെ കയറി. എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ നോക്കാനാണ്. ഇപ്പൊ മരിച്ചു പോകും, അതാണ് അവസ്ഥ. അവിടെ ചെന്ന് നോക്കിയപ്പോ ആ ചണ്ടാളക്കുടിലെ അടുക്കളത്തിനയില് പാത്രത്തിലെന്തോ വേവിച്ചു വെച്ചിട്ടുണ്ട്. വിശ്വാമിത്രൻ ചെന്ന് നോക്കിയപ്പോ അതെന്തോ ഒരു മാംസമാണ്. വേഗം തന്നെ വിശ്വാമിത്രൻ ഒന്നും നോക്കിയില്ല, ശരീരം നിലനിൽക്കണം, അതിനുവേണ്ടി ആ മാംസം എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴതാ ചണ്ടാളനെ പറഞ്ഞു. ചണ്ടാളൻ ഹേ കള്ള, ഓ നീ താപസനാണല്ലേ, താപസവേഷം കിട്ടിയ കള്ളനാണെന്ന്. ഈ ചണ്ടാളന്മാരുടെ കുടിലിൽ കയറി മോഷ്ടിക്കുകയോ, അതും ഞാൻ വേവിച്ചു വെച്ചിരിക്കുന്ന പട്ടിമാംസം, ഇതാണോ നീ കഴിക്കുന്നത്? ഇത് ധർമ്മമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാനെ ധർമ്മം പ്രസംഗിക്കാൻ തുടങ്ങി. അത് കുറച്ച് കഴിഞ്ഞപ്പോ വിശ്വാമിത്രന് ദേഷ്യം വന്നു. വിശ്വാമിത്രൻ ചണ്ടാളനെ എന്നിട്ട് പറഞ്ഞു, എടോ, സ്വയം ധർമ്മം ചെയ്യാതെ മറ്റുള്ളവരെ ധർമ്മം പഠിപ്പിക്കാൻ നീയാണ്. ഞാൻ ചെയ്യുന്നത് ധർമ്മമാണോ അധർമ്മമാണോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ബോധം എനിക്കുണ്ട്. അത് നീ പഠിപ്പിക്കേണ്ട കാര്യമില്ല. മണ്ഡൂകേശ്വപി മുതസ്വപി. ആന വെള്ളം കുടിക്കാൻ വരും നദിയുടെ അരികത്ത്. ഈ വെള്ളം കുടിക്കാനായിട്ട് തുമ്പിക്കൈയിടുമ്പോൾ ഈ പുഴയുടെ തീരത്ത് കല്ലിന്റെ അതുപോലെ ചില ഇലകളിലും ഒക്കെ ഇരിക്കുന്ന തവളകളും ഇങ്ങനെ പെക്കോ പെക്കോ എന്ന് പറഞ്ഞിട്ട് അറിയും. ഈ തവളയുടെ കരച്ചിൽ കേട്ടിട്ട് ആന വെള്ളം കൂടി നിർത്തിയിട്ടില്ല ഇന്നേവരെ എന്ന് പറയുന്നത് പോലെ നിന്നെ പോലെയുള്ള തവളകൾ കുറയ്ക്കുന്നത് കേട്ടിട്ട് ഞാൻ എന്റേതായിരിക്കുന്ന കർമ്മം ചെയ്യാതിരിക്കുകയില്ല. ശരീരമാദ്യം ഖരു ധർമ്മസാധനം. ശരീരം നിലനിൽക്കണം, എന്നാലേ ധർമ്മം ചെയ്യാൻ സാധിക്കും. ഈ ശരീരത്തെ നിലനിർത്തുക എന്നതാണ് ഏറ്റവും പരമമായ എന്ന് വിശ്വാമിത്രൻ ചോദിച്ചു. അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇത് മഹാഭാരതത്തിലെ വളരെ വിശദമായി പറയുന്ന ഭാഗമാണ്, ദേവീഭാഗത്ത് ചുരുക്കി പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ വിശ്വാമിത്രൻ നടക്കുന്നത് തന്റെ ഗൃഹത്തിലേക്കാണ്. അപ്പോഴാണ് വിശ്വാമിത്രൻ തന്റെ ഗൃഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത്, തന്റെ ധർമ്മപത്നിയെക്കുറിച്ച് ആലോചിക്കുന്നത്, തന്റെ 3 കുട്ടികളെ കുറിച്ച് ആലോചിക്കുന്നത്. ഞാനിങ്ങനെ വിശന്ന് തളർന്ന് ഇങ്ങനെയൊരു അവസ്ഥ എനിക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ, മാംസം മോഷ്ടിക്കേണ്ട ഒരു അവസ്ഥ പോലും എനിക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും കാലം ഈ കൊടും വേദനയും ദാരിദ്ര്യത്തെയും എന്റെ ധർമ്മപത്നിയും എന്റെ മക്കളും എങ്ങനെയാണ് തരണം ചെയ്തിട്ടുണ്ടാവുക എന്ന് വിശ്വാമിത്രൻ ചിന്തിച്ചുകൊണ്ട് തന്റെ ഗൃഹത്തിലേക്ക് എത്തിയപ്പോ അവിടെ കാണുന്നു വളരെ സന്തോഷത്തോടുകൂടി കുട്ടികളുമായി കളിച്ച് ചിരിച്ചിരിക്കുന്ന തന്റെ ധർമ്മപത്നിയെ. അപ്പൊ വിശ്വാമിത്രൻ ചോദിച്ചു, ഇത്രയും കാലം നിങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞു? എല്ലാവരും ദാരിദ്ര്യത്താൽ കഴിയുന്നു. കുട്ടികൾ മരിച്ചു വീഴുന്നു, രക്ഷിതാക്കൾ മരിച്ചു വീഴുന്നു, മരണത്തിന് യാതൊരു തരത്തിലുള്ളതായ വിവേകവുമില്ലാതായി തീർന്നിരിക്കുന്ന ഒരു കാലം. അങ്ങനെയുള്ള ഈ ഘോരമായിരിക്കുന്ന കെടുതിയിൽ നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്ന് വിശ്വാമിത്രൻ ചോദിച്ചപ്പോ വിശ്വാമിത്രന്റെ ഭാര്യ പറഞ്ഞു, അത് പറഞ്ഞു ചെയ്ത് കണ്ടില്ലേ, നമ്മുടെ 3 മക്കൾ ഈ മധ്യവരെ ഞാൻ എൻ്റെ ഈ കൈകൊണ്ടുണ്ടാക്കിയതായ ദർഭപ്പുല്ലിന്റെ കയറുകൊണ്ട് ബന്ധിച്ച് ആവണത്തിൽ കൊണ്ടുപോയി വിൽക്കാൻ വെച്ചു. അത്രയും ഗതികേട് തിരിച്ചു വന്നു. അങ്ങ് എന്റെ അരികത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് അനുനിമിഷം ഞാൻ ചിന്തിച്ചെങ്കിലും അങ്ങ് പോയിരിക്കുന്നത് വലിയൊരു ധർമ്മമാർഗത്തെ സ്വീകരിക്കാനാണ്. ഇതൊക്കെ വിധിയാണ് എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ഒരു ക്രൂര പ്രവൃത്തിക്ക് മുതിർന്നു. പക്ഷേ അവിടെ വെച്ചൊരു ചണ്ടാളൻ എന്നെ കണ്ടു, ആ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിച്ചു. എല്ലാ ദിവസവും ആ ചണ്ടാളൻ ഞങ്ങൾക്ക് വേണ്ടതായ ഭക്ഷണം ആ മരത്തിൽ കൊണ്ടുവന്ന് കിട്ടി. ഞങ്ങളത് കഴിച്ചിട്ടാണ് ഇത്രയും കാലം ജീവിച്ചത്. ആരായി ചണ്ടാളൻ? ഇപ്പൊ പറഞ്ഞു പേരൊക്കെ അറിയില്ല, ഏകദേശം രൂപോ വന്ന വഴി ഒക്കെ വിശ്വാമിത്രൻ പറഞ്ഞു. അങ്ങനെ വിശ്വാമിത്രൻ
തന്റെ കുടുംബത്തെ പരിരക്ഷിച്ചതായ ചണ്ടാളനെ അന്വേഷിച്ച് യാത്ര ചെയ്തു. ചണ്ടാളൻ സത്യപ്രതരെ കണ്ടുപിടിച്ചു. സത്യപ്രതനോട് വിശ്വാമിത്രൻ ചോദിച്ചു, ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി പ്രത്യുപകാരമായി ചെയ്യുന്നത്? ഇന്ന് ചണ്ടാളനത്തെ ജനിച്ചവരായിരിക്കാം, പക്ഷേ അങ്ങിപ്പോൾ ചെയ്തിരിക്കുന്നതായ കർമ്മം കാരുണ്യമുള്ളവർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്നു. മറ്റൊരാളുടെ ദുഃഖത്തെ, ദുരിതത്തെ കണ്ട് അതിനെന്തെങ്കിലും ശാന്തി കൊടുക്കണം എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് സാധാരണ ചണ്ടാളന്മാർക്ക് തോന്നാൻ സാധ്യതയുള്ളൊരു കാര്യം. അപ്പൊ അന്ന് വെറും ഒരു ചണ്ടാളനല്ല, അന്ന് ആരാണ്? അപ്പൊ സത്യവ്രതൻ പറഞ്ഞു, ഞാൻ സാക്ഷാൽ അരുണരാജാവിന്റെ പുത്രനായ സത്യവ്രതനാണ്. എന്റെ ഘോരമായിരിക്കുന്നതായ കർമ്മങ്ങളുടെ ഫലം ഞാൻ അനുഭവിക്കുന്നു. പക്ഷെ ഇതിനൊക്കെ കാരണക്കാരനാ വസിഷ്ഠൻ. ഇപ്പൊ ഞാൻ കണ്ടില്ലേ, അരുണരാജാവ് വാനപ്രസ്ഥത്തിന് പോയി. ഇപ്പൊ രാജ്യം ഭരിക്കുന്നതാരാ? വസിഷ്ഠനാണ്. പുരോഹിതൻ രാജ്യം ഭരിക്കുമ്പോൾ രാജ്യത്തെ പിന്നെ കടുത്ത വേനലും കെടുതിയും ഇല്ലാതിരിക്കുന്നു. രാജാവ് രാജ്യം ഭരിക്കേണ്ട സമയത്ത് രാജാവ് കാട്ടിൽ പോയിരിക്കേണ്ട പുരോഹിതൻ വന്ന്, സന്യാസി വന്ന് രാജ്യം ഭരിക്കുന്നു. അപ്പൊ പിന്നെ രാജ്യത്തെ കെടുതികൾ ഇല്ലാതിരിക്കുമോ? സത്യപ്രതന്റെ ഉള്ളിൽ അപ്പോഴും വസിഷ്ഠനോടുള്ളതായ ശത്രുത. വിശ്വാമിത്രൻ പറഞ്ഞു, ഞാൻ എന്താ അങ്ങേക്ക് വേണ്ടി ചെയ്യപ്പെട്ടു? മഹാരാജാവിനെ ചെന്ന് കണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം പറയാം, അങ്ങേ ഈ ചണ്ടാളത്തിൽ മോചിപ്പിക്കാം. അപ്പോ ഋഷഭ് സന്തോഷത്തോടുകൂടി പറഞ്ഞു, അത് മാത്രം പോരാ, എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. എന്താ അത്? രാജ്യഭരണമൊക്കെ കഴിഞ്ഞ് വാനപ്രസ്ഥ കാലഘട്ടമാകുമ്പോൾ എനിക്ക് ഉടലോടെ സ്വർഗത്തിൽ പോകും. വിശ്വാമിത്രൻ വാക്കു സത്യം ചെയ്തു, അങ്ങേക്ക് ഞാൻ ഉടലോടെ സ്വർഗത്തിൽ പോകുവാനുള്ളതായ എല്ലാ മാർഗവും തെളിയിച്ചു തരാം. വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ട് ഭരണത്തിലിരിക്കുന്നതായ അരുണരാജാവ് തന്റെ പുത്രനെ തിരിച്ചു പിടിക്കുകയും രാജ്യഭാരം പുത്രനെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സത്യപ്രതൻ രാജാവ് കുറെ കാലത്തെ രാജ്യം ഭരിച്ചു. അങ്ങനെ രാജ്യഭരണമൊക്കെ കഴിഞ്ഞ് വാനപ്രസ്ഥ കാലഘട്ടമായ വിശ്വാമിത്രനോട് പണ്ട് പറഞ്ഞ സത്യം പാലിക്കാനായിട്ട് ആവശ്യം. അപ്പൊ വിശ്വാമിത്രൻ വേഗം തന്നെ സത്യപ്രതന്റെ അരികിൽ വന്ന് യജ്ഞം ചെയ്യാൻ വേണ്ടതായ വിധാനങ്ങളൊക്കെ പറഞ്ഞു. സത്യപ്രതൻ ആത്മഹത്യയുടെ വക്കീലായിരുന്നു യഥാർത്ഥത്തിൽ. തന്റെ ജീവിതത്തിൽ താൻ ചെയ്തതായ പ്രവൃത്തികളെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചു. രാജാവായിരുന്നിട്ടും തന്നെ ബാധിച്ച ചണ്ടാളത്വം വിട്ടുപോകുന്നില്ല എന്ന ദുഃഖത്തോടുകൂടിയും അഗ്നി ഒരുക്കി അഗ്നിയിൽ ചാടി മരിക്കാൻ തുടങ്ങുമ്പോഴാണ് വിശ്വാമിത്രന്റെ വരവ്. അപ്പൊ വിശ്വാമിത്രത്തിന് ഒട്ടും പഠിച്ചില്ല. വേഗം തന്നെ പുരോഹിതന്മാരെയൊക്കെ വിളിച്ചൊരു യാഗം ചെയ്യാമെന്ന് തീരുമാനിച്ചപ്പോൾ എല്ലാ പുരോഹിതന്മാരും പിന്മാറി. വസിഷ്ഠൻ എല്ലാവരും പറഞ്ഞു, ഒരാളും യാഗത്തിന് പോകരുത്, വിശ്വാമിത്രന്റെ യാഗത്തിന് ഒരാളും പോകരുത്. കാരണം ആ യാഗം എന്താണ്? വസിഷ്ഠൻ മനസ്സിലായി, ഉടലോടെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കാനുള്ള യാഗമാണ്. അത് ആഭിചാരമാണ്. ഉടലോടെ സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കലും സംഭവ്യമല്ലാത്തതായ ഒരു കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഉപാസനകളോ ഏതെങ്കിലും തരത്തിലുള്ള പൂജകളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഭിചാരമാണ്. അല്ലേ? അത് എത്ര വലിയ യാഗം! പ്രകൃതി വിരുദ്ധമായിരിക്കുന്ന, നിയമവിരുദ്ധമായിരിക്കുന്ന, മനുഷ്യത്വ വിരുദ്ധമായിരിക്കുന്ന, ദേവത്വ വിരുദ്ധമായിരിക്കുന്ന ഒരു സങ്കല്പത്തോടുകൂടി എത്ര വലിയ മഹായാഗം ചെയ്താലും അതിന് പറയുന്ന പേര് ആഭിചാരം. ഈ തത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴത്തെ കുറെ ആളുകള് ശ്രീരാമനെ എടുത്ത് ഇങ്ങനെ അപവാദത്തിന്റെ ഘോരമായിരിക്കുന്ന ചുഴിയിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി ഓരോന്നും പടച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്നത്. രാമനുണ്ടോ കണ്ടത്? രാമൻ എന്താ ചെയ്തതെന്ന് ഋഷി പരമ്പരകളിലൂടെ ലോകത്തെ പറഞ്ഞു കൊടുത്തതാണ്. എന്താണ്? സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച രാമൻ, അതൊക്കെ പോട്ടെ, ആപവാദങ്ങളൊക്കെ പോട്ടെ, അതിന്റെ കഥയിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ കേട്ട് മനസ്സിലാക്കാം. അത്രേ പറയാം. അതിന് യാഥാർത്ഥ്യം. പക്ഷെ വേറൊന്നും പറയാറുണ്ട്. ഈ രാമൻ ശംഭൂകൻ എന്ന് പറയുന്നതായ ശൂദ്രനെ വധിച്ചവനാണ്. ശൂദ്രജാതിയിൽപ്പെട്ട ഒരുവൻ തപസ് ചെയ്തപ്പോൾ
ശൂദ്രജാതിയിൽപ്പെട്ടവർ തപസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ശംഭൂകനെ വധിച്ചവനാണ് ഈ രാമൻ എന്നാണ് അല്ലേ? അപ്പൊ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരുവൻ തപസ് ചെയ്തു എന്ന കാരണത്താൽ അവനെ വധിച്ച രാമൻ ആരാണ്? എന്താ നിങ്ങൾക്ക് പറയാത്തത്? സവർണൻ. രാമൻ സവർണനാണ്, രാമൻ ഭൂതനിഷ്ഠാണ്. ശംഭൂകന്റെ കഥ പറഞ്ഞിട്ടാണ് പോയത്. ഒരു കാര്യം മനസ്സിലാക്കണം, രാമായണത്തിലെ വളരെ ചെറിയൊരു ഭാഗത്ത് പറയുന്ന ഒരു കഥയാണ് ശംഭൂക വധകഥ. എല്ലാ രാമായണങ്ങളിലും രാമായണത്തിൽ ശംഭൂക കഥ വിശദീകരിക്കുന്നു. ശംഭൂകനെ വധിച്ചു രാമൻ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ശംഭൂകന് സ്വർഗം കൊടുത്തു എന്ന് പറയുന്നുണ്ട് അധ്യാത്മരാമായണം. എന്താ കഥ? ഒരു ബ്രാഹ്മണൻ തന്റെ കുട്ടികളൊക്കെ മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് രാജകവാടത്തിൽ വന്ന് വിലപിച്ചപ്പോൾ അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ രാജ്യത്ത് പലയിടത്തും ഇതുപോലെ ബാലമരണങ്ങൾ സംഭവിക്കുന്നു. ബാലമരണങ്ങൾ രാജ്യത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അസ്വാഭാവികതയാണ്. ആ അസ്വാഭാവികത സംഭവിക്കുന്നുണ്ടെങ്കിൽ രാജ്യത്തിന്റെ നിയമത്തിന്റെ പ്രകൃതിയുടെ ആ താളത്തിന് വിരുദ്ധമായ എന്തോ കർമ്മം നടക്കുന്നത്. അതെന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ നാരദ മഹർഷിയാണ് വന്ന് പറഞ്ഞത്, ഈ അയോധ്യ നഗരത്തിൽ ഒരുവൻ ആഭിചാരം അനുഷ്ഠിക്കുന്നു. തപസ്സല്ല. എങ്ങനെയാണ് തപസ്സാണെന്നത്? എന്നിട്ട് മതി അതിനെ തപസ്സെന്ന്. രാമൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച്, അയോധ്യ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് എവിടെയൊക്കെയാണ് ഓരോ ആശ്രമങ്ങളിലും ഓരോരോ ഗൃഹം തോറും എവിടെയൊക്കെ എന്തൊക്കെ തരത്തിലുള്ളതായ കർമ്മങ്ങളാണ് നടക്കുന്നതെന്ന് രാമൻ നേരിട്ട് അന്വേഷിച്ച് ഒരു വനാന്തരത്തിൽ എത്തിയപ്പോൾ അവിടെ കാണുന്ന കാഴ്ച, ഈ ശംഭൂകൻ ഒരു മരത്തിന്റെ കൊമ്പിൽ കാലിങ്ങനെ പിളച്ച് തല കീഴായി തൂങ്ങിക്കിടന്ന് താഴത്ത് തീ കൂട്ടിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. തല കീഴായി കിടക്കുക, അടിയുടെ അഗ്നിയാണ്. രാമൻ വേഗം ചെന്ന് ചോദിച്ചു, നീ ആരാ? നിന്റെ നാമം എന്താ? നിന്റെ കുലമേതാ? ഇന്നത്തെ കാലത്ത് ആധാർ കാർഡ് ചോദിക്കുന്ന പോലെയാണ് അല്ലേ? അല്ലാതെ കുലം ചോദിച്ചു ജാതി ചോദിച്ചു എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അതിന് പഴയ കാലത്ത് ഓരോ വ്യക്തികളെയും തിരിച്ചറിഞ്ഞിരുന്നത് അങ്ങനെയാണ്. ഇപ്പൊ രാമൻ ചോദിച്ചു, അപ്പൊ അവൻ പറഞ്ഞു ഞാനൊരു ശൂദ്രനാണ്. അപ്പൊ രാമൻ ചോദിച്ചു, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്? അപ്പൊ അവൻ പറഞ്ഞു, ഉടലോടെ സ്വർഗത്തിൽ പോകണം, അതാണ് എന്റെ ആഗ്രഹം. ഇത് വാൽമീകി രാമായണത്തിന്റെ കഥയാണ്. അപ്പൊ രാമൻ പറഞ്ഞു, അതൊരിക്കലും സംഭവ്യമല്ലല്ലോ. അപ്പോൾ ഈ ശൂദ്രൻ അതേ നില തുറന്നുകൊണ്ട് പറഞ്ഞ് അങ്ങ് വിചാരിച്ചാൽ അത് സംഭവ്യമാവും. ഉടനെ തന്നെ രാമൻ തന്റെ കരവാൾ കയ്യിലെടുത്തു, ആ ശംഭൂകന്റെ ശിരസ് ഛേദിച്ചു. ശംഭൂകന്റെ പ്രാണൻ നേരെ സ്വർഗം. ഉടലോടെ പോയില്ല, ജീവൻ സ്വർഗത്തിലെത്തി. രാമന്റെ കൈകളെ കൊണ്ട് മരിച്ചത് കൊണ്ട് ശംഭൂകന് സ്വർഗം ലഭിച്ചു. ഇത് വാൽമീകി രാമായണത്തിലെ കഥയാണ്. ഇനി അധ്യാത്മരാമായണം എടുത്താലോ, അവിടെ രാമൻ ഇതേപോലെ വരുമ്പോ കാണുന്നു, ഇങ്ങനെ തലകീഴായി തൂങ്ങിക്കിടക്കുന്ന ശംഭൂകനെ കാണുമ്പോൾ ചോദിക്കുന്നു. ശംഭൂകൻ പറയുന്നു, അല്ലയോ മഹാപ്രഭാവനായ രാമ, അവിടുത്തെ ദർശനം തന്നെ എനിക്ക് മുഖ്യം. ഞാൻ ആഗ്രഹിച്ചത് ഉടലോടെ സ്വർഗത്തിൽ പോകാനാണ്. അങ്ങയുടെ തൃക്കൈകളെ കൊണ്ട് ഞാൻ ആ സ്വർഗം പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് തൊഴുതപ്പോൾ രാമൻ ആ ശംഭൂകന്റെ ശിരസ് ഛേദിച്ചു. ശംഭൂകന് സ്വർഗം ലഭിച്ചു. ഇനി ഇങ്ങനെ അധ്യാത്മരാമായണം എടുത്താലും ഈ തുഞ്ചത്തെഴുത്തച്ഛന്റെ രാമായണം എടുത്താലും ഈ അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിലെ അതേ കഥ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ. ഇവിടെ എവിടെയാണ് ശൂദ്രൻ തപസ് ചെയ്തത് കൊണ്ടല്ല രാമൻ ശംഭൂകനെ വധിച്ചത്. ആ തപസ് എന്തിനു വേണ്ടിയായിരുന്നു? അതിന്റെ സങ്കല്പം ആഭിചാര ദോഷമുള്ളതായിരുന്നു. ആഭിചാരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്ന കർമ്മം. അതിനാണ് ആഭിചാരം. ആഭിചാരം മറ്റുള്ളവരിലേക്ക് ആ കർമ്മത്തിൻ്റെതായ ദുഷിച്ച ഫലം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ആഭിചാരമാണ്. നമ്മുടെ വീട്ടിലുള്ളതായ പഴവസ്തുക്കളൊക്കെ എടുത്ത് അതിന്റെ അപ്പുറത്തെ വീടിന്റെ പറമ്പിലേക്ക് ഇട്ടാൽ അത് ആഭിചാരമാണ്.
നമ്മൾ എന്ത് ചെയ്യുന്നു ആ ചെയ്യുന്ന കർമ്മം മറ്റുള്ളവർക്ക് നല്ലത് കൊടുത്തില്ലെങ്കിലും ഉപദ്രവം കൊടുക്കാറില്ല. ഇവിടെയും അതാണ് വിഷയം. വിശ്വാമിത്രൻ വലിയ മഹർഷിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് ഒരു മമതാബോധം കൊണ്ടാണ് ഈ ചെയ്യുന്ന കാര്യം ചെയ്യാനായിട്ട് പുറപ്പെട്ടത്. ഏത്? അദ്ദേഹം ക്ഷത്രിയൻ കൂടിയാണ്. ആ ക്ഷത്രിയത്വത്തിൽ നിന്ന് തപസ് ചെയ്ത് ബ്രഹ്മത്വം നേടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തുള്ള കഥയാണിത്. അപ്പൊ വിശ്വാമിത്രൻ എന്താ, തന്റെ കുടുംബത്തെ രക്ഷിച്ചതിന് പ്രത്യുപകാരമായി അദ്ദേഹത്തിനെ ഉടനോടെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കാമെന്ന് വാക്ക് കൊടുത്തുപോയി. അതുകൊണ്ടാണ് ഈ പറയുന്ന യജ്ഞം ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയ വസിഷ്ഠൻ അതിനുവേണ്ടി ആരും പോകരുത് എന്നെല്ലാവരും പറയും. അതോടുകൂടി വിശ്വാമിത്രന് കോപം വന്നു. വിശ്വാമിത്രൻ ഒറ്റയ്ക്ക് തന്നെയാണ് യജ്ഞം ആരംഭിച്ചത്. മനസ്സങ്കല്പം കൊണ്ട് ഈ ത്രിശങ്കുവിനെ സ്വർഗത്തിലേക്ക് അയക്കാൻ വേണ്ടി യജ്ഞം ആരംഭിച്ച. യജ്ഞത്തിന്റെ ഒടുവിൽ ഒരു സിംഹാസനം നിർമ്മിച്ചു. ആ സിംഹാസനത്തിൽ ത്രിശങ്കുവിനെ എത്തി നേരെ സ്വർഗത്തിലേക്ക് പറഞ്ഞു. ത്രിശങ്കുവിന് ഇങ്ങനെ ആകാശത്തേക്ക് പോയി. സ്വർഗത്തിന്റെ കവാടത്തിലെത്തിയപ്പോ ദേവേന്ദ്രൻ അവിടെ ഇങ്ങനെ കൈ തരാം ഉടനോടെ സ്വർഗത്തെ ഞങ്ങളൊക്കെ ദിവ്യത്വം നേടിയിട്ടാണ് ഇരിക്കുന്നത്. ദേവന്മാരുടെ ഒന്നും നമ്മളെ പോലത്തെ ദേഹമല്ല. അത് ദിവ്യമായിരിക്കുന്ന ദേഹമാണ്, പുണ്യദേഹമാണ്, പുണ്യത്തിന്റെ സ്വരൂപമാണ് ദേവന്മാർ. അപ്പൊ ദേവേന്ദ്രൻ വേഗത്തിൽ ഈ സിംഹാസനത്തിൽ വരുന്ന ത്രിശങ്കുവിന് ഇവിടേക്കൊന്നും പ്രവേശിക്കേണ്ട എന്ന് പറഞ്ഞ് കാലം ചവിട്ടി ചവിട്ടി. ത്രിശങ്കു നേരെ തല താഴേക്ക് വിടാൻ തുടങ്ങി. ഈ താഴേക്ക് വിടാൻ തുടങ്ങിയപ്പോ ത്രിശങ്കു ഉറക്കെ കരഞ്ഞു. വിശ്വാമിത്രമൊക്കെ ഞാനിതാ താഴേക്ക് വീണു, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോ വിശ്വാമിത്രന് ദേഷ്യപ്പെട്ടു. വിശ്വാമിത്ര അവിടെ നിൽക്ക്. ത്രിശങ്കു അവിടെ നിന്നു, തലകിലായി. ഇതാണ് നമ്മൾ പറയാറുള്ള ത്രിശങ്കു സ്വത്വം. എന്നിട്ട് വിശ്വാമിത്രൻ എന്ത് ചെയ്തു? മറ്റൊരു സ്വർഗം നിർമ്മിക്കാൻ തുടങ്ങി. പാരിജാതം, മുഖേശ്വരത്ത്, ഐരാവതം, നന്ദനോദ്യാനം, ഇങ്ങനെ എന്തൊക്കെ സ്വർഗത്തിലുണ്ടോ അതൊക്കെ ഉള്ളതായിരുന്നു സ്വർഗം ഈ ആകാശത്തിനിടയിൽ, പിതൃലോകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ നിർമ്മിക്കാനായിട്ട്. അത് നിർമ്മിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പീഠാതിദേവൻ നടത്തുന്ന പേര് ഇങ്ങനെ പോയ എന്താ സ്ഥിതി? സ്വർഗം നിർമ്മിച്ചാൽ അതാ അവിടെ നിൽക്കുമോ? അവിടെ നിൽക്കില്ല, ഇന്ദ്രന്മാരെ ഉണ്ടാവണം, അഗ്നി. അപ്പൊ അതുകൊണ്ട് വിശ്വാമിത്രന്റെ അരികത്ത് വന്ന് ദേവന്മാരെ കരുതരുത്, അങ്ങ് ഇങ്ങനെ ചെയ്യരുത്, ഒരു നിവൃത്തിയില്ല ഉടനോടുകൂടി സ്വർഗം കൊടുക്കാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം ഉപേക്ഷിച്ച് അദ്ദേഹം വന്നാൽ സ്വർഗത്തിലെ പുണ്യങ്ങൾ കൊടുക്കാം, അതിന് സമ്മതിക്കണമെന്ന് വിശ്വാമിത്രനോട് എല്ലാവരും കൂടി അപേക്ഷിച്ചപ്പോൾ വിശ്വാമിത്രൻ സമ്മതിച്ചു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ ത്രിശങ്കുവിന്റെ ഈ ആടി ഏറ്റെടുക്കും. വിശ്വാമിത്രൻ സ്വയം ഏറ്റെടുക്കും. ത്രിശങ്കുവിനെ പുണ്യദേവം. അതോടുകൂടി അതുവരെ നേടിയ തപസ്സൊക്കെ വിശ്വാമിത്രന്റെ നഷ്ടപ്പാടായിരുന്നു. വീണ്ടും ഇങ്ങനെ കുറെ കാലം വീണ്ടും വിശ്വാമിത്രൻ തപസ് ചെയ്തു. ആ തപസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് വിശ്വാമിത്രൻ ഒരിക്കൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യാഗശാല, ആളുകളൊക്കെ പറയുന്നു മഹത്തരമായ വരുമയാഗം നടക്കുകയാണെന്നേ. വിശ്വാമിത്രൻ വേഗം അവിടേക്ക് ചെന്നു. ആ വരുമയാഗം കാണാൻ ചെന്നപ്പോഴാണ് അവിടെ യജ്ഞരൂപത്തിൽ ബന്ധിച്ചിരിക്കുന്നു, കഴുത്തിൽ ഗർഭക്കയർ കൊണ്ട് ബന്ധിക്കപ്പെട്ടതായ ഒരു ബാലകൻ, ശുനശ്ശേരി. അത് കണ്ടപ്പോൾ വിശ്വാമിത്രന്റെ കണ്ണുകൾ നിറഞ്ഞു എന്ന് ഞാൻ ആ കഥ പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി. എന്താ പറയാൻ കാരണം? സ്വന്തം ധർമ്മപത്നി തന്റെ 3 മക്കളിൽ മധ്യമനെ ഗർഭക്കുണ്ടിന്റെ കയറുകൊണ്ട് കെട്ടി ആവണത്തിൽ വിൽക്കാൻ കൊണ്ടുപോയി ദാരിദ്ര്യം കാരണം. അതേ ദാരിദ്ര്യം മൂലമാണ് ഇവിടെ ഈ യാഗശാലയിൽ ശുനശ്ശേരൻ ഗർഭക്കുണ്ടിന്റെ കയറുകൊണ്ട് കെട്ടപ്പെട്ട് കിടക്കുന്നത് എന്ന ആ കാരുണ്യമാണ് വിശ്വാമിത്രൻ. അങ്ങനെയാണ് വിശ്വാമിത്രൻ ഭരണമന്ത്രം ഉപദേശിച്ച് ആ ശുനശ്ശേരൻ എന്ന ബാലകനെ രക്ഷിച്ചു ഹരിശ്ചന്ദ്രന്റെ യാഗത്തിൽ നിന്ന്. പക്ഷെ അതവിടെ തീർന്നില്ല. ഹരിശ്ചന്ദ്രൻ ചെയ്തതായ ഈ കർമ്മം ഇനി മേലിൽ ആരും ചെയ്യാതിരിക്കണമെങ്കിൽ അതിന് തക്കതായിരിക്കുന്ന ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കണം. ആ സന്ദേശം ലോകത്തിന് കൊടുക്കാൻ ഹരിശ്ചന്ദ്രനെ തന്നെ പരീക്ഷണത്തിന്റെ ഉഗ്രമായിരിക്കുന്ന അഗ്നിയിലൂടെ അതാ വിശ്വാമിത്രൻ.
അത് കൂട്ടിക്കൊണ്ടു പോകാൻ ഒരു കാരണം കൂടി. വിശ്വാമിത്രൻ ബ്രഹ്മത്വം നേടി, ബ്രഹ്മപദം ലഭിച്ചു. അപ്പൊ ബ്രഹ്മസദസ്സിൽ വിശ്വാമിത്രൻ ഇടം കിട്ടി. ആ ബ്രഹ്മസദസ്സിൽ ഒരിക്കൽ വിശ്വാമിത്രൻ ചെന്നപ്പോൾ അവിടെ വസിഷ്ഠനുണ്ടായിരുന്നു, അങ്കിരസ്, പുലകൻ, പുലർത്തി, മുതലായിരിക്കുന്ന എല്ലാ ഋഷീശ്വരന്മാരും ഉണ്ടായിരുന്ന ആ സദസ്സിൽ അനവധി തരത്തിലുള്ള പുണ്യവാന്മാരായിരിക്കുന്ന രാജാക്കന്മാരെ കുറിച്ച് സംവാദങ്ങൾ നടക്കുമ്പോൾ അവിടെ വസിഷ്ഠ മഹർഷി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഹരിശ്ചന്ദ്രനെ പോലെ ഒരു സത്യവാൻ ഈ ലോകത്ത് വേറെയില്ല. ഇത് വിശ്വാമിത്രൻ അഭിപ്രായം. വിശ്വാമിത്രൻ പറഞ്ഞു, അങ്ങനെ അത്രയ്ക്ക് ഒരു സത്യവാനൊന്നുമല്ല ഹരിശ്ചന്ദ്രൻ. ഹരിശ്ചന്ദ്രൻ മഹാപാപിയാണ്. അവൻ അത്രയ്ക്കൊന്നും ത്യാഗബുദ്ധിയോ തിദിക്ഷയോ ഇല്ല. ഞാൻ തെളിയിച്ചു തരാം. അങ്ങനെ വസിഷ്ഠൻ വിശ്വാമിത്രൻ മത്സരമായി, ആ മത്സരത്തിന്റെ ഫലമായി ഹരിശ്ചന്ദ്രന്റെ സത്യം തെളിയിക്കുമെന്ന് വസിഷ്ഠൻ ശപഥം ചെയ്തപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, ഹരിശ്ചന്ദ്രൻ സത്യവാനല്ല എന്ന് ഞാൻ തെളിയിച്ചു തരാം എന്ന് പറഞ്ഞ് വാഗ്വാദം നടത്തി അവിടെ നിന്ന് പോകുന്നു. യഥാർത്ഥത്തിൽ വിശ്വാമിത്രൻ രണ്ടാമത് തപസ് പോയ സമയത്ത് ആ കാലം കൊണ്ട് ഹരിശ്ചന്ദ്രനുണ്ടായ മാറ്റങ്ങൾ എന്താണെന്ന് വിശ്വാമിത്രൻ അറിഞ്ഞിട്ടില്ലായിരിക്കും. അത് മാത്രമല്ല, ഇനി അറിഞ്ഞാൽ തന്നെയും ത്രികാലജ്ഞാനിയാണ്, ബ്രഹ്മജ്ഞാനിയാണ്. അപ്പോൾ പിന്നെ അത് അറിവില്ലാതെ വരില്ല. അപ്പോൾ അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കുന്നുണ്ടെങ്കിൽ അത് വിധിയാണ്. കാരണം ഹരിശ്ചന്ദ്രൻ എന്തൊക്കെ നല്ലത് ചെയ്തു എന്ന് പറഞ്ഞാലും മുമ്പ് ചെയ്ത കാര്യങ്ങളുടെ ഫലം സ്വയം അനുഭവിച്ചതേ പറ്റൂ. കർമ്മം അത് നമ്മളെ തേടി എത്താതിരിക്കുമോ? നാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്മയാണെങ്കിൽ അതിന്റെ ഫലം നമ്മളെ തേടി, അത് തിന്മയാണെങ്കിൽ അതിന്റെ ഫലവും നമ്മളെ തേടി. ഹരിശ്ചന്ദ്രനെ തേടി വന്ന ആ കർമ്മഗതിയുടെ കഥയാണ് നമുക്ക് പ്രഭാതത്തിന് ശേഷം കേൾക്കാം. ഇപ്പോൾ പ്രഭാത ആരംഭിച്ചിരിക്കും. രാധാരമണ മുകുന്ദ മുരാരി